ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതൊക്കെ കണ്ടോ? ഇതൊക്കെയാണെങ്കിൽ കുറേ സാധനങ്ങളുണ്ടല്ലേ, കളിപ്പാട്ടങ്ങളെ. അപ്പോൾ കുട്ടി സ്കൂളിൽ പോയ സമയത്ത് പിന്നുള്ള സമയം എൻ്റെ ഇതൊക്കെയാണ് പരിപാടിയെ. ചോറും കറിയൊക്കെ രാവിലെ ആകുന്നത് കൊണ്ട് പിന്നെ കുറേ ചെടികളിങ്ങനെ ഒന്നിൻ്റെ മൂട്ടിൽ തന്നെ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ആയി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങ് മാറ്റി വെക്കാമെന്ന് കരുതി കേട്ടോ. കൂട്ടത്തിൽ നമ്മുടെ വാവയുണ്ട്, പുള്ളിക്കാരനും കൂട്ടത്തിൽ ഇത് മണ്ണിലൊക്കെ കളിക്കുന്നുണ്ട്. അപ്പം കളി സാധനങ്ങളും ചുറ്റിനിരിപ്പുണ്ട്. അവർ രണ്ടുപേരും ഞാൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇവിടെ നിന്ന് കളിയൊക്കെയാണ്. അപ്പോൾ ഇതൊരെണ്ണം വെച്ച് കേട്ടോ. ഇത് നട്ടു, ഇച്ചിരി വലുതാണ്. അങ്ങനെ അത് രണ്ട് നട്ടു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ്, ഇത് നേരത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് ഇതിൻ്റെ വലിയ ചെടി. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ എടുത്തായിരുന്നു, എന്നാലും ചുവട്ടിൽ 2-3 എണ്ണമൊക്കെ ഉണ്ട്. നമുക്കതുകൂടെ എടുക്കാം. അപ്പം പിന്നെ സ്ഥലം കിട്ടും അതിന്. വേറെ വേറെ പുതിയ ചെടി വരാം. കുഞ്ഞേ ഇങ്ങോട്ട് വാ, വീഴും. അപ്പം ഇതിൻ്റെ ചുവട്ടിൽ ഞാനിതങ്ങ് എടുക്കുവാണേ സുഹൃത്തുക്കളെ. ഉണ്ടോ, വലുതാട്ടോ. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് മറ്റേ തയ്യെ അങ്ങ് എടുക്കാം, പതിയെ എടുക്കാം. അയ്യോ വീഴും. കേടുപാടുകളൊന്നും സംഭവിക്കാതെ അടുത്ത തൈ അങ്ങ് എടുക്കാം. മഴയാണ് കേട്ടോ, ഭയങ്കര മഴയാണ്. ഇവിടെ ഒരാൾ എന്ത് ചെയ്താ എനിക്ക് ഫോണ് തരില്ല കേട്ടോ. ക്യാമറ പിടിക്കുന്ന കാണുമ്പോൾ ആ ആൾക്ക് ക്യാമറ എടുത്തുകൊണ്ട് ഓടണം. ഓക്കെ, അപ്പോൾ ഞാനിതങ്ങ് ഇളക്കി സുഹൃത്തുക്കളെ. കണ്ടല്ലോ ദൈവത്തൊക്കെ. ഞാനിത് ഇളക്കി അത് നമുക്ക് മാറ്റി നടാം. ഇത് മറ്റേ ചെടിയൊക്കെ വന്നുകൊണ്ട് ഇത് ഇച്ചിരി ചരിഞ്ഞു പോയി. അപ്പോൾ ഇതിന് സ്ഥലം കിട്ടും. അപ്പോൾ ഇതുകൂടെ അങ്ങ് എടുത്താലോ, നോക്കട്ടെ താഴോട്ടുണ്ടോ. അതും കിട്ടി. അങ്ങനെ 2 തൈകൾ നമ്മൾ ഇതേന്ന് പൊക്കി. കണ്ടോ, ചെറിയത് 2 തൈകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇതും ഒന്ന് ഇതും. 2 തൈകൾ അല്ല, 3 തൈകൾ. അപ്പോൾ ഇതിലൊരു ചെടി ഇരിക്കുമായിരുന്നേ. അപ്പോൾ ആ ചെടി ഞാനങ്ങ് മാറ്റി. അത് വേറെ ചട്ടിയിൽ നടാമെന്ന് ഓർത്തു. അതും ഇങ്ങനെ വളർന്ന് കിട്ടാൻ വേണ്ടി ഞാൻ വെച്ചിരുന്നതാണ്. അപ്പം പഴയ ചട്ടിയൊക്കെ ഇങ്ങനെ ഞാൻ ഒന്ന് പിടിച്ച് കിട്ടാനും മാറ്റി മാറ്റി നടാനൊക്കെ എടുക്കും. പിന്നെ കുറച്ചുകൂടെ വലുതാകുമ്പോൾ ചട്ടി മാറ്റും. അങ്ങനെയാണ്. അപ്പോൾ മണ്ണൊന്നും കളയാനൊന്നുമില്ല കേട്ടോ. ഭയങ്കര പിശുക്കിയൊക്കെയാണ് മണ്ണ് എനിക്ക് കിട്ടുന്നത്. മണ്ണും മണലും കൂടെ മിക്സ് ചെയ്തിട്ടാണ്, അല്ലാതെ വളം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ ചാണകപ്പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു, ചാണകപ്പൊടിയും ചകിരിച്ചോറും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ മണ്ണ് കൊള്ളാത്തതായത് കാരണം ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇച്ചിരി ഇതിപ്പം ഞാനിപ്പം മണലാണ് ഇടുന്നത്. മണലും ചെടിച്ചട്ടി ഇരുന്ന മണ്ണ് തന്നെ, കളയുന്നൊന്നുമില്ല കേട്ടോ. അയ്യോ, അത് കളയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാനിതങ്ങോട്ട് നടട്ടെ. നല്ല വേരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണ് തിരിച്ചങ്ങ് എടുക്കുവാണേ. ഇങ്ങനെ ആക്കി വെക്കാം. ഓക്കെ, ഒരിച്ചിരി ചാണകപ്പൊടി മേടിച്ചത്. ചാണകപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിലൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് അല്ലേ?
നല്ല രസമില്ലേ? അപ്പം ഇതെല്ലാവർക്കും എങ്ങനെ വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഒത്തിരി പഴയ ചെടിച്ചട്ടിയാണ്. ഇതിന് മണ്ണൊക്കെ ഇരുന്ന് ചെടി പോയിട്ട് അതിനകത്ത് മണ്ണ് തന്നെ ഇരുന്നതാണ്. ഞാനത് കഴുകി വൃത്തിയാക്കിയൊന്നുമില്ല, അങ്ങനെ തന്നെ എടുക്കാൻ വെക്കും. എന്തായാലും വിളിച്ചുകൂടാകുമ്പോൾ എനിക്ക് ചട്ടി മാറേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല. അങ്ങ് തിങ്ങി നിൽക്കുമായിരുന്നു. മറ്റേ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ കൂടെ ഈ ചെടി അങ്ങ് തിങ്ങി നിൽക്കുമായിരുന്നു എല്ലാം കൂടെ. അപ്പം പെട്ടെന്ന് അങ്ങ് മാറ്റുമോ. ഇവിടെ ഒരു കുഞ്ഞിച്ചെറുക്കനാണെങ്കിൽ ഒന്നിനും സമ്മതിക്കുന്നില്ല. ഇടയ്ക്ക് ഫോണൊക്കെ എടുത്തുകൊണ്ട് ഓടുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നട്ട് വെച്ചതിപ്പോഴേ ഉണ്ടോ. ഇപ്പോൾ ഐശ്വര്യമായിട്ട് അടുത്ത കുഞ്ഞിച്ചെടിയും കൂടെ നമുക്ക് വെക്കാവേ. ഇവിടെ നല്ല മഴയാണ്, അതിൻ്റെ കൂടെ ടി വിയിൽ പാട്ടും കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാക്കേ കൂടെ ഇവിടെ. അപ്പോൾ ഞാൻ സൈലൻ്റ് ആക്കിയതാണ്, സൈലൻ്റ് അല്ല മ്യൂട്ടാക്കിയതാണ് സൗണ്ടേ. എൻ്റെ കോപ്പിറൈറ്റ് ആകെ കൂടെ കുറേ കോപ്പിറൈറ്റൊക്കെ കിട്ടിയിട്ടിരിക്കുവാണ്. അപ്പം വീഡിയോയുടെ സൗണ്ട് ഞാനങ്ങ് മ്യൂട്ട് ചെയ്തു. അപ്പോൾ വീഡിയോ എടുക്കാതെയും ഞാൻ ചെടികളൊക്കെ നടുന്നുണ്ട് കേട്ടോ. കിട്ടുന്ന സമയത്ത് 5 മിനിറ്റ് കിട്ടിയാലും അങ്ങനെ ചെടികളൊക്കെ നടും. അതൊക്കെ അങ്ങനെ വഴിയേ പോകുന്നുണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടിയൊന്നും നടുന്നൊന്നുമല്ല കേട്ടോ. അപ്പോൾ അത് 2-3 ഇങ്ങനെ ചെറുതാക്കി. ഇനി ഇത് പതിയെ വളർന്നോളും. ഓക്കെ. ചെടിച്ചട്ടി അത്ര പഴയ ചട്ടിയാണ്, പഴയ ചെടിയൊക്കെ ഇരുന്ന് പോയ ചട്ടികൾ ഞാൻ എടുത്ത് വെച്ചതാട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ 4 മണിക്ക് ജിംബ്രൂട്ടി വന്നിട്ട് മാഗിയാണ് കഴിച്ചത്. മാഗി കഴിച്ചിട്ട് ഇവിടെ 2 പേര് ഇരുന്ന് മണ്ണിൽ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. 2 പേരും കളിക്കാൻ കുറച്ച് നേരം ഇറങ്ങിയിരിപ്പുണ്ട്. ഇങ്ങോട്ടാ മമ്മി പൊട്ടിക്കാം, മമ്മി പൊട്ടിക്കാം. ഇങ്ങോട്ടാ ഞാൻ ഞുഞ്ഞു എന്നും പറഞ്ഞോണ്ട് കൊണ്ടുവാ. ഞാൻ ഞുഞ്ഞു ഇങ്ങോട്ടാ, മമ്മി വിളിച്ചു തരാം. ഇങ്ങോട്ടാ. അപ്പം ഇവർ 2 പേരും ഇരുന്ന് കളിയാണ് ഇവിടെ. വാവയാണെങ്കിൽ കപ്പലണ്ടി കൊണ്ട് ചേച്ചിയെ തിരിപ്പിക്കുകയാണ്. ചേച്ചി ഭയങ്കര ബിസിയാണ്. ബിസിയായ ചേച്ചിയുടെ വായിക്കൊണ്ട് കപ്പലണ്ടിയൊക്കെ കൊടുക്കുന്നുണ്ട്. വീഡിയോ എടുക്കുക. അപ്പം ചായ കൂടി കഴിഞ്ഞ് 2 പേരും ഇങ്ങനെ കളിക്കുക. ആണോ? മാഗി കഴിച്ചിട്ടാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. വാവ എന്താ കഴിച്ചേ? വാവ ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചേച്ചിയോട്. ഏതാണ്ടൊക്കെ പറയുന്നുണ്ടോ? ഉറുമ്പിനെ പിടിക്കാൻ പോയിനി. ഇത് മണലിൽ കളിക്കും ഒരാളിരുന്ന്. അപ്പം ഇവർ കളിക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും ചെറിയ പണിയൊക്കെ ചെയ്യാം. അപ്പം ഇവരെയും കാണാം. വാവയ്ക്ക് വേറെ തരാം. വാ. അപ്പോൾ ഓരപ്പം എന്താ അഴുക്കപ്പം കളിക്കേ, കുഞ്ഞിരുന്ന് കളിച്ചേ. അവേ കളിക്ക്. സൂപ്പർ സൂപ്പറായിട്ടുണ്ടല്ലോ.
ഇങ്ങോട്ട് വാ, ഇനി ചേച്ചിയുടെ വഴക്ക് കിട്ടാതിരിക്കാം. ഇപ്പുറത്ത് വാ, മറിഞ്ഞടിച്ച് അങ്ങോട്ട് വീഴും. ഇപ്പുറത്തോട്ട് വാ. ഇതിപ്പം പൊടിമണലായോണ്ട് ഞാൻ സമ്മതിച്ചത് മണ്ണിൽ കളിക്കാനേ. അങ്ങനെ സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പം കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കളിക്കും, അല്ലെ പിന്നെ ടി വിയുടെ ഫ്രണ്ടിലായിരിക്കും. അപ്പം അതിനു വേണ്ടി ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നതാണ്. ചെടിയൊക്കെ നടാൻ മണ്ണിൽ കളിക്കുമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നതാണേ. അപ്പോൾ അവരങ്ങനെ ഇരുന്ന് കളിക്കുമോ. ഇടയ്ക്കിടയ്ക്ക് വാവ വന്ന് ക്യാമറയെ തൊടുന്നും പിടിക്കുന്നതൊക്കെ ഉണ്ട്. മിക്കവാറും ക്യാമറ എടുത്തുകൊണ്ട് പോകും കേട്ടോ. വേണ്ട കണ്ടോ, ക്യാമറ എടുത്തുകൊണ്ട് നടക്കുന്ന കണ്ടോ. ഇതാണ് പരിപാടി. അപ്പം പൊന്നു കളിക്കാൻ വന്നിട്ടുണ്ട്. പൊന്നുവിനെ കാണിക്കാൻ വേണ്ടി ബുക്കും പുസ്തകമൊക്കെ എടുത്തിരുന്ന് പഠിക്കുന്നുണ്ടേ. 38 കഴിഞ്ഞ് എത്ര? 38 കഴിഞ്ഞ് 39, പിന്നെ 40, അങ്ങനെ കൊണ്ടുപോവാ. 40-ലോട്ട് പോ. എൻ്റെ സുന്ദരികളെ കണ്ടോ. എൻ്റെ അപ്പം നമുക്ക് പിള്ളേർ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇതുകൂടെ ചെത്തി നമുക്ക് റീപ്ലാന്റ് ചെയ്യാം. റീപോട്ടിങ്. ഓ ആണോ? എന്താ ചെയ്തേ അവിടെ? എന്താ ചെയ്യുന്നേ? ഓക്കെ, കുഞ്ഞ് ചെയ്തോ. മമ്മിയുടെ പണി ചെയ്യട്ടെ. കുഞ്ഞിൻ്റെ പണി ചെയ്യും. കേട്ടു. എന്താ ഈ വലിപ്പമുള്ള അഗ്ലോണിമയാണ് ഈ ചെടി. ഇതുകൊണ്ട് നട്ടതാണ്. ഇപ്പം കുറേ ആയി കേട്ടോ. ആ ചെടിച്ചട്ടി ഫുള്ളായി. അപ്പം കുറേ ചെറിയ ചെറിയ തൈകൾ ഞാനായി കിട്ടാൻ വേണ്ടി ഇങ്ങനെ പല ഇതിനകത്ത് വെച്ചു. ഇനി അതെല്ലാം ഒന്നിച്ച് വെക്കണം. ഒന്നിച്ച് വെച്ചിട്ട് ചെടിച്ചട്ടി ഒഴിവാക്കിയിട്ട് ഇത് ഒന്നിച്ച് വെക്കണം. അതാണ് പ്ലാന്. അപ്പം എൻ്റെ സമയം പോക്കും എൻ്റെ സമാധാനത്തിൻ്റെ ഒരു കാരണം ഈ ചെടിവെപ്പും ചെടിയെ നോട്ടവും ഒക്കെയാണ്. ചെടിയെ നോക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം എനിക്ക് കിട്ടുന്നത് കേട്ടോ. ചെടി ചിലപ്പം പൂച്ചെടികളൊന്നും എനിക്ക് അധികം ഇല്ല, എല്ലാ ഇലച്ചെടികളാണ്. പക്ഷേ മിക്കതും ഇലച്ചെടികളാണ്. പക്ഷെ അതിനൊക്കെ എന്തോ ഭംഗിയാണ്. എൻ്റെ ദൈവമേ, എനിക്കറിയത്തില്ല. നല്ല ഭംഗിയുള്ള ചെടികൾ. ഈ ചെടികൾക്കൊക്കെ അന്യായ വിലയാണ് കേട്ടോ. നല്ല വിലയുള്ള ചെടിയാണ് ഈ ചെടിയൊക്കെ. ഞാനിപ്പം നട്ടുകൊണ്ടിരിക്കുന്ന ചെടിയൊക്കെ നല്ല വിലയുടെ ചെടിയാണ്. അപ്പം എൻ്റെ പ്രഗ്നൻസി സമയത്തൊക്കെ എനിക്ക് ഈ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ആ ഫസ്റ്റ് പ്രഗ്നൻസിയിലൊക്കെ ഈ ചെടിനടിയിലുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും വയ്യാഴിക മാറുന്നത് എനിക്ക് ഈ ചെടിയെ നോക്കുമ്പോഴൊക്കെയാണ്. മനസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ടും പ്രശ്നവും ഒക്കെ മാറിക്കിട്ടുന്നത് ഈ ചെടിയെ നോക്കുകയും കുഴിച്ചു വെക്കുകയും അതിനെ കാണുമ്പോഴൊക്കെയാണ് കേട്ടോ. അതുപോലെ ഛർദിലും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എനിക്ക് ഓർക്കാനേ പറ്റത്തില്ല. ആ സമയമൊന്നും എനിക്ക് ഓർക്കാൻ ഇഷ്ടമേ അല്ല കേട്ടോ. പക്ഷേ ഈ ചെടി നടിയിലും ചെടിവെപ്പൊക്കെയാണ് എൻ്റെ ആ സമയത്തെ ഒരു സന്തോഷവും ഒരു സമാധാനവും ഒക്കെ. ഏത് സമയത്തായാലും എനിക്ക് ഈ ചെടിവെപ്പൊക്കെയാണ് കേട്ടോ ഇഷ്ടമേ. അങ്ങനെ ടി വി കാഴ്ചയോട് എനിക്കധികം താല്പര്യമില്ല. സീരിയലും അങ്ങനെ ഒന്നും കാണാറില്ല. അപ്പം പിന്നുള്ളത് ചെടിവെപ്പ്. കുറേ നാൾ ഗപ്പിയെ വളർത്തി, പിന്നെ കിളിയെ വളർത്തി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്കിഷ്ടം. അതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളിലൊന്നാണ് കേട്ടോ. അപ്പോൾ
ഇങ്ങനെയൊക്കെ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുക, നമ്മുടെ മനസ്സിൻ്റെ ടെൻഷനും പ്രയാസവും ഒക്കെ മാറിക്കിട്ടുവേ. അങ്ങനെ എപ്പോഴും ഒന്നും എനിക്ക് ഈ ചെടിയുടെ കീഴിൽ ഇങ്ങനെ ചെടിയും വെച്ചുകൊണ്ടിരിക്കാൻ സമയം കിട്ടാറില്ല കേട്ടോ. ഇതൊക്കെ പോട്ട് ചെടിച്ചട്ടി ആവശ്യമുള്ളത് കൊണ്ട് ചെടി മാറ്റി നടേണ്ട സമയം കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ. അപ്പോൾ ഞാനങ്ങ് വീഡിയോ എടുക്കാമെന്നങ്ങ് കരുതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെടിച്ചട്ടിയിലോട്ട് എടുത്ത് വെക്കുവാണേ. പുറത്തെ ചട്ടിയിലോട്ട് ഇതെടുത്ത് വെച്ചു. ഇപ്പം കണ്ടോ നല്ല ഭംഗിയില്ലേ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയാണേ. ചെറിയ ഒരെണ്ണം കൊണ്ടുവന്നതാണ്, ഇപ്പം വലുതായേ. കുറേ നാളായി, 2-3 വർഷമായതാണ്. ഇതൊക്കെ ഞാൻ മേടിച്ചതാണ്. ചെടി നടയിലും ചെടി വിശേഷങ്ങളും ഒക്കെ ഇത്രയുള്ള. അപ്പം ഞാൻ എന്ത് വീഡിയോ എടുത്താലും എന്ത് ചെടി നടയിലിന് ഇറങ്ങിയാലും ഇവരും ഒപ്പം കാണുമേ. അപ്പം വീഡിയോ കണ്ടവർക്കെല്ലാം താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ, സീ യു. ഓടിക്കുന്നില്ലേ ചിരിച്ചേ.